മുന്നണി കൺവീനർ എന്ന നിലയിൽ പി തങ്കച്ചന്റെ പ്രവർത്തനങ്ങൾ അതൊരു പക്ഷേ ആ സമയത്ത് കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകളും പാർട്ടി ഒരു പിളർപ്പിന്റെ വക്കിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന നിരവധി കയറ്റിറക്കങ്ങളിലൂടെ കോൺഗ്രസ് കടന്നുപോയ സമയത്തൊക്കെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി പി തങ്കച്ചൻ ഉണ്ടായിരുന്നു. കെ കരുണാകരന്റെ വിശ്വസ്തനായ അനുയായിയായിരുന്നു. ഒപ്പം എ ഗ്രൂപ്പിലെ എല്ലാ നേതാക്കളുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ചുരുങ്ങിയ കാലമാണെങ്കിലും പി തങ്കച്ചൻ ഉണ്ടായിരുന്നു. നിയമസഭാ സ്പീക്കർ ആയിരുന്നു, മന്ത്രിയായിരുന്നു. തുടർച്ചയായി പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി മുന്നണി കൺവീനർ. അങ്ങനെ UDF-ൽ കോൺഗ്രസിൽ പി തങ്കച്ചൻ കൈകാര്യം ചെയ്യാത്ത പദവികളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ നേതാക്കളുമായും വേറെ അടുപ്പമുള്ള, ഇപ്പോൾ അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട 1968 അന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായിരുന്നു പി തങ്കച്ചൻ. അങ്ങനെ ഏതാണ്ട് 60കളുടെ പാതി തൊട്ട് പൊതുരംഗത്ത് അങ്ങേയറ്റം സജീവമായി നിന്ന ഒരു നേതാവാണ് പി തങ്കച്ചൻ. അദ്ദേഹം കോൺഗ്രസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ ഗ്രൂപ്പിൻ്റെ ഒരു വളരെ വിശ്വസ്തനായ ഒരു നേതാവായി നിൽക്കുമ്പോഴും എ ഗ്രൂപ്പിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അങ്ങനെ അത്തരം എല്ലാ നേതാക്കളുമായും വലിയ ആത്മബന്ധം, വ്യക്തി സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിച്ച ഒരു നേതാവ് കൂടിയാണ് പി തങ്കച്ചൻ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടെ ആ നിലയിൽപ്പെട്ട, ആ തലമുറയിൽപ്പെട്ട ഒരു നേതാവിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു തലമുറയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ വിട വാങ്ങുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം അനാരോഗ്യം മൂലം വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ എറണാകുളത്ത് വരുമ്പോൾ അദ്ദേഹത്തെ പി തങ്കച്ചനെ പോയി കാണുക, അദ്ദേഹവുമായി സംസാരിക്കുക എന്നതൊരു പതിവ് തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പോഴത്തെ KPCC-യുടെയും അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടിയുടെയും ഒക്കെ മുഴുവൻ നേതാക്കൾക്കും ഒരു കാരണവർ സ്ഥാനത്ത് കാണാൻ കഴിയുന്ന നേതാവ് തന്നെയായിരുന്നു പി തങ്കച്ചൻ. മുന്നണി കൺവീനർ എന്ന നിലയിൽ ഒരു മുന്നണി യോഗം കഴിഞ്ഞാൽ പി തങ്കച്ചൻ്റെ ഒരു വാർത്താ സമ്മേളനം തിരുവനന്തപുരത്തുണ്ട്. ഉറപ്പായും അത്തരം ഒരു വാർത്താ സമ്മേളനം എല്ലാ മുന്നണി യോഗത്തിന് ശേഷവും പി തങ്കച്ചൻ്റെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ഏത് ദുഷ്കരമായ ചോദ്യങ്ങളോടും വളരെ നയചാതുരിയോടെ മറുപടി പറയുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു പി തങ്കച്ചൻ. അദ്ദേഹം പറയാൻ പറ്റുന്ന മുന്നണി ചർച്ചകളുടെ മുഴുവൻ വിവരങ്ങളും മാധ്യമങ്ങളുമായി വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയും. ഒഴിഞ്ഞു മാറേണ്ട ചോദ്യങ്ങൾക്ക് ഒഴിഞ്ഞു മാറും. അങ്ങനെ പി തങ്കച്ചൻ്റെ വാർത്താ സമ്മേളനം എന്നത് അക്കാലത്ത് കോൺഗ്രസിൽ ഈ കോൺഗ്രസ് ബീറ്റ് നോക്കുന്ന മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചറിയാം, അതൊരു വാർത്താ കേന്ദ്രം തന്നെയായിരിക്കും. അങ്ങനെ മുന്നണി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ, കോൺഗ്രസ് വലിയ തർക്കങ്ങളിലൂടെ ഗ്രൂപ്പ് യുദ്ധങ്ങളിലൂടെയൊക്കെ കടന്നുപോയ സമയത്തൊക്കെ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള നേതാവായി, അതിൻ്റെ ഒരു ശ്രേണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി പി തങ്കച്ചനെ നമ്മൾ കാണുമായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളുമായി, ഈ ദൃശ്യമാധ്യമങ്ങളുമായി മികച്ച ബന്ധം കാത്തു സൂക്ഷിക്കുന്ന, അത് എങ്ങനെ ആ വാർത്താ സമ്മേളനങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് ശീലമായ ഒരു മുന്നണി കൺവീനർ കൂടിയായിരുന്നു. ഇപ്പോഴും ഒരു പക്ഷേ UDF-ൻ്റെ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ അങ്ങനെ കാണാറില്ല. പക്ഷേ പി തങ്കച്ചൻ മുന്നണി കൺവീനർ ആയിരുന്ന കാലത്തൊക്കെ UDF-ൻ്റെ വാർത്താ സമ്മേളനങ്ങൾ എപ്പോഴും ഉണ്ടാവും. അന്ന് ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെയൊക്കെ വളരെ ചാതുരിയോടെ മറുപടി പറയുകയും ചെയ്യുന്ന ഒരു മുന്നണി കൺവീനർ കൂടിയായിരുന്നു പി തങ്കച്ചൻ. മന്ത്രിയായിരുന്നു, കൃഷി വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. നിയമസഭാ സ്പീക്കറായിരുന്നു. KPCC-യുടെ അധ്യക്ഷനായി കുറഞ്ഞ കാലത്ത്, വളരെ സംഘർഷഭരിതമായ സമയത്ത് അദ്ദേഹം KPCC-യെ കുറഞ്ഞ കാലത്തേക്കാണെങ്കിലും നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സമവായത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി, ഒരു സമവായം വേണ്ട സ്ഥലത്ത് പി തങ്കച്ചന്റെ പേരാണ് കോൺഗ്രസ് വലിയ സംഭാവനകൾ നൽകിയ ഒരു നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.